ഗുഡ് മോർണിംഗ്. അപ്പോൾ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഡേ ആൻഡ് ലൈഫായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മുടെ കുഞ്ഞും പൊന്നും ഒന്ന് LKG പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഡേ ആൻഡ് ലൈഫായിട്ട് വന്നേക്കാണ്. പിന്നെ എഴുന്നേക്കണം, പല്ല് തേക്കണം, കുളിച്ചണം. ഒരു സൂത്രം കാണിച്ചു തരട്ടെ. ഉറങ്ങുക. ഒരാൾ അവിടെ അപ്പുറത്ത് കിടന്ന് ഉറങ്ങുന്നുണ്ട്, ഒരാൾ എൻ്റെ അടുത്തുണ്ട്. പൊന്ന കൂടി പോവാം. പൊന്നു ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് അമ്മയുടെ കൂടെ പല്ല് തേക്കാനായിട്ട് പോയിട്ടോ. പിന്നെ അവരായി അവരുടെ പാടായി അവർ പല്ലൊക്കെ തേക്കും കേട്ടോ. ബാ നീ ബാ പോയി പഠിക്കേ. ബാ കൈ കഴുകു, വാങ്ങ കൈ കഴുകു. പൊന്നെ 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 വിളിക്ക്, സ്കൂളിൽ പോവാം. പൊന്നെപ്പാ പുതിയ ഉടുപ്പ്, പുതിയ ബാഗ് എടുക്കണ്ടേ? വിളിക്ക്. ഏയ് അങ്ങനെ ചെയ്യല്ലേ, ഉമ്മ കൊടുത്ത് വിളിക്ക്. വിളിക്ക് പൊന്നൂടെ. കുഞ്ഞാ, അമ്മയുടെ കുഞ്ഞപ്പാ സ്കൂളിൽ പോവാം. പുതിയ ഉടുപ്പ്, പുതിയ ബാഗ്. വാ പോവാം. വാ കണ്ണു തുറന്നേ. പൊന്നെ പോകാം സ്കൂളില്. വാ എഴുന്നേക്കെന്നാ. ഗുഡ് മോർണിംഗ് പറ. ഗുഡ് മോർണിംഗ് പറ. ഹാവ് എ നൈസ് ഡേ. പെൻസിൽ ഉണ്ടോ അതില്? ഉണ്ട്. പിന്നെ പോവാം. പല്ല് തേക്കണം, കുളിക്കണം, പുതിയ ഉടുപ്പ് ഇടണം, പോണം. ആ എപ്പോ? അയ്യോ മമ്മിക്ക് തന്നില്ലല്ലോ. ഗുഡ് മോർണിംഗ്. വാ എന്നിട്ട് പൊന്നെ എന്നൊക്കെ പൊന്നെ അവക്കെട്ടി ഒരു പറ്റി വരും. നീ കേട്ടത് ഉമ്മതാ. വാ പൊന്നു പല്ല് തേച്ചു, ബ്രഷ് തേച്ചു, ഇനി കുഞ്ഞു ബ്രഷ് തേക്കണം. അങ്ങോട്ട് ഗുഡ് മോർണിംഗ് പറഞ്ഞേ. ഞങ്ങളെ സ്കൂളിൽ പോവാ പറ. ചൂത്തരം തരാം. പുതിയ ഉടുപ്പ്, പുതിയ ബാഗ്. യെസ്, ഇനി ഒന്ന് കാണിച്ചു കൊടുക്ക. മിനിങ്ങ. അപ്പൊ എങ്ങനെയാ പോവല്ലേ പറ. ഇതെന്താ അത്? ഇതില് വെള്ളം കുടിക്കണേ. വാട്ടർ. അപ്പൊ എന്താ പറയണേ? വാട്ടർ ബോട്ടിൽ. വാട്ടർ ബോട്ടിലാ.
ആ ഇത് ഞങ്ങളുടെ മമ്മി. ഞങ്ങളുടെ ഉടുപ്പ് സൂത്രം. ഇനി വേറെന്താ? കുളിച്ചണം. കുഞ്ഞൂന് പല്ല് ചേച്ചണം. ബൈ. അപ്പോൾ എല്ലാവരും തന്നെ രാവിലെ എഴുന്നേറ്റിട്ടുണ്ട്. കാരണം പോകാൻ റെഡി ആവണം, കുളിക്കണം. അതുകൊണ്ട് നീലിമ കട്ടിലേന്ന് നിന്ന് എഴുന്നേറ്റ് വന്ന് സോഫയിൽ കിടന്ന് ഉറങ്ങുകയാണ് കാണുന്നത്. അവൾക്ക് ഉറക്കം. അത് വിട്ട് അവൾക്കൊരു കളിയില്ല. അപ്പോൾ പൊന്നൂസ് പല്ല് തേച്ച് കഴിഞ്ഞു. ഇനി കുഞ്ഞൂസിൻ്റെ പല്ല് തേപ്പാണ്. കുഞ്ഞൂസ് പല്ല് തേക്കാനായിട്ട് റെഡി ആയിട്ടുണ്ട്. കുറച്ച് നേരം അവിടെ എന്തൊക്കെയോ കാണിച്ച് നിൽപ്പുണ്ടായിരുന്നു. കാരണം അവൾക്ക് ആരെങ്കിലും ഒന്ന് കൂടെ വന്നായിരുന്നെങ്കിൽ എന്നുണ്ട്. കസാര കുറച്ച് എത്തണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ ചെന്ന് ക്യാമറയും പിടിച്ചു. അവളുടെ മേത്ത് കൈയും പിടിച്ചിരിപ്പുണ്ട്. അവൾ പല്ല് തേക്കുമായിരുന്നു. ഉള്ളത് തരാൻ പറ. കഴിഞ്ഞ അപ്പം അമ്മ അവർക്ക് കഴിച്ചിട്ട് പോകാനായിട്ട് രാവിലെ കാപ്പിക്ക് ഉണ്ടാക്കും കേട്ടോ. പിന്നെ അവൻ എൻ്റെ ഇടയിൽ എഴുന്നേറ്റ് വന്നു. പിന്നെ അവരുടെ കുറച്ച് കളികളും ചിരികളൊക്കെ ആയിട്ട് അവിടെ കുറച്ച് നേരം ടൈം പോയി. ഇതെന്നത് പൊടി അതെടുക്കല്ലേ കുഞ്ഞു. എന്നാ പാപ്പ? എന്ത് പാപ്പം പറ, എന്ത് പാപ്പം? ഇതെന്തുവാ കയ്യിലെന്തുവാ? ൂണോ നമുക്ക് തരൂ? ഓ ഇപ്പൊ അങ്ങനെയൊക്കെയാണ്. എന്തോ ഉണ്ട്. ഓ ഞാൻ ഭയങ്കര ബിഗ്ഗളെ. എങ്ങനെ എങ്ങനെ കൈ എങ്ങനെ കൈ എങ്ങനെ എങ്ങനെ പൊന്നു? കുട്ടി ഞാൻ അപ്പോൾ രാവിലെ തന്നെ മമ്മി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ. കുറച്ച് പേർക്കൊക്കെ അറിയാം അമ്മയുടെ അമ്മ തറവാട്ടിലാണ് താമസം. മമ്മി വന്നിട്ടുണ്ടായിരുന്നു കുഞ്ഞുനെയും പൊന്നുനെയും കാണാൻ. സ്കൂളിൽ പോവല്ലേ, അപ്പോൾ കണ്ടിട്ട് പോകാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും അമ്മ അവർക്കുള്ള ഫുഡൊക്കെ റെഡിയാക്കിയായിരുന്നു. അത് കഴിപ്പിക്കുകയാണ്. അവരെ കഴിപ്പിക്കുക എന്ന് പറഞ്ഞൊരു വലിയ ടാസ്ക് തന്നെ. ഒരു 2 മണിക്കൂറെങ്കിലും അതിന് വേണം. 2 സ്പൂണ്. ഏറ്റവും റിസ്ക്കുള്ളൊരു പണിയാണ് കുഞ്ഞുനും പൊന്നിനും കണ്ണെഴുതിക്കുക എന്നുള്ളത്. നിന്ന് തരൂല, നമ്മളൊക്കെ ഒരുപാട് കഷ്ടപ്പെടും. അതുകൊണ്ട് നേരത്തെ ഞാൻ റെഡിയായി. ഞാൻ പെട്ടെന്ന് റെഡിയായി കേട്ടോ. കാരണം അതിൻ്റെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റുന്നില്ല. കാരണം ഇവരുടെ കാര്യം ചെയ്യണമെങ്കിൽ ഞാൻ റെഡിയായിരിക്കണം, അല്ലെങ്കിൽ എൻ്റെ കാര്യം നടക്കില്ല. അതാണ് എൻ്റെ അവസ്ഥ. സുന്ദരിയായോ? ഇവിടെ കുഞ്ഞുവിനെ ഞാൻ ഒരു 10ാമത്തെ പ്രാവശ്യമാണ് എൻ്റെ മടിയെ കൊണ്ടിരിക്കുന്നത്. ഓടുക. എനിക്ക് കണ്ണെഴുതണ്ട. ലാസ്റ്റ് കാല് വരെ പിടിച്ച് ഞാനിവിടെ കൊണ്ടിരുത്തിയേക്കുന്നത് കണ്ണെഴുതാനായിട്ട്. പിന്നെയുള്ള വീഡിയോസ് ഈ കണ്ണെഴുതി കഴിഞ്ഞുള്ള ഒരു വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റില്ല. കാരണം കരയിക്കാൻ പറ്റില്ല. കരഞ്ഞു കഴിഞ്ഞാൽ കണ്ണെഴുതി കൊടുക്കുന്നുണ്ടല്ലേ. അപ്പോൾ കരഞ്ഞ് കഴിയുമ്പോൾ കണ്ണെഴുതെല്ലാം പോവും. അതുകൊണ്ട് കരയിപ്പിക്കാൻ പറ്റിയില്ല, വീഡിയോ എടുക്കാനും പറ്റിയില്ല, ഒന്നുമില്ല. അതുപോലെ എനിക്ക് സങ്കടമായിപ്പോയി. പിന്നെ നേരെ അങ്ങ് ഇറങ്ങുക ചെയ്തത്. അപ്പം നമ്മളിത് എല്ലാം കഴിഞ്ഞ് സ്കൂളിലേക്ക് പോകാനായിട്ട് റെഡിയായി ഇറങ്ങിയിട്ടുണ്ട്. കുഞ്ഞും പൊന്നും കാറിലോട്ട് കയറി. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് നമ്മുടെ വീടിനടുത്ത് തന്നെ, താഴെ വീടിനടുത്ത് തന്നെ ഒരു കപ്പോളയുണ്ട് ബാബയുടെ നാമത്തിലുള്ള. അപ്പോൾ അവിടെ കയറി പ്രാർത്ഥിക്കുകയാണ് കുഞ്ഞും പൊന്നും. നമുക്ക് എന്ത് വിശേഷ ദിവസം വന്നാലും നമ്മളവിടെ പോയി പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ കുഞ്ഞും പൊന്നും പ്രാർത്ഥിച്ച് നേർച്ചയിടുകയാണ് അവിടെ. എന്നിട്ട് നമ്മൾ നേരെ സ്കൂളിലേക്ക് പോകാം കേട്ടോ.
ആ നേരത്തെ കഴിയും. 2:30 കണ്ടാകുമ്പോ കഴിയുന്നു. രണ്ടുപേർക്കും കൂടെ ഒരേ പാത്രം മേടിച്ചോട്ടോ. ചോറ്റാത്രം. മമ്മി രാവിലെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നല്ലോ കുഞ്ഞിനും പൊന്നൂസിനെയും കാണാനായിട്ട്. അപ്പോൾ തിരിച്ച് ഞങ്ങൾ സ്കൂളിലേക്ക് യാത്ര തിരിച്ചപ്പോൾ മമ്മീനെ ഞങ്ങൾ കൂടെ കയറ്റി എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇറക്കി. ആ ഇറക്കിയ സമയത്താണ് മമ്മി അവർക്ക് 500 കൊടുത്ത് പാത്രം വാങ്ങാനായിട്ട്. അങ്ങനെ ഞങ്ങൾ കുഞ്ഞൂസും പൊന്നൂസും പഠിക്കുന്ന സ്കൂളിലെത്തി. വന്നപ്പോഴേ കുസൃതി തുടങ്ങിയായിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ല, കുസൃതിയുടെ അങ്ങേയറ്റം കുസൃതിയിലോട്ട് ഓരോ നിമിഷവും പോയിക്കൊണ്ടേയിരിക്കുമായിരുന്നു. എൻ്റെ പൊന്നെ എന്ത് രസമാണെന്നറിയോ അവരെ വരവേൽക്കാനായിട്ട്, ഓരോ കുഞ്ഞു കുട്ടികളെയും വരവേൽക്കാനായിട്ട്. അവർ ബാൻഡ് മേളവും പിന്നെ നമ്മുടെ തിരുമേനി വന്നിട്ടുണ്ടായിരുന്നു. തിരുമേനിനെ വരവേൽക്കാനും അവരെ കുറിയൊക്കെ തൊടിയിക്കാൻ നോക്കുകയാണ്. സത്യം പറഞ്ഞൊരു കല്യാണത്തിന് റെഡിയാകുന്ന സമയത്ത് കുറിയൊക്കെ തൊട്ട് കയറ്റുന്ന പോലെ സ്കൂളിലേക്ക് കുട്ടികൾ ആദ്യമായിട്ട് വരുമ്പോൾ നെറ്റിയിൽ കുറിയൊക്കെ തൊട്ട് കയറ്റുക. അവർക്ക് പിന്നെ കൽക്കണ്ടവും മുന്തിരിങ്ങയൊക്കെ കൊടുക്കാൻ വരിക. പൊന്നു ഒരു രക്ഷയില്ല, പൊന്നിനൊന്നും വേണ്ട, പൊന്നു ഓടിക്കളഞ്ഞു. പിന്നെ കളി, പിന്നെ ബലൂൺ കിട്ടി, ബലൂണിൻ്റെ പുറകെയായി. പിന്നെ കുറച്ച് നേരം ഓരോ കുട്ടികൾ അവിടെ ലൈനായിട്ട് നിർത്തിക്കുകയാണ്. കാരണം തിരുമേനി വന്നിട്ടുണ്ട്. ക്രിസ്ത്യാനികൾക്കറിയാം തിരുമേനി എന്ന് പറഞ്ഞാൽ നമ്മുടെ അച്ഛന്മാരിലെ ഏറ്റവും വലിയൊരാളാണ്. അങ്ങനെ തിരുമേനി വന്നിട്ടുണ്ടായിരുന്നു. തിരുമേനിനെ വരവേൽക്കണം. കൂടെ നമ്മളും പുതിയ കുട്ടികളായ കുഞ്ഞുങ്ങളെയും കൊണ്ട് അമ്മമാർ പുറകെ കൂടെ വരണമായിരുന്നു. നല്ല രസമായിരുന്നു, കണ്ടു നിൽക്കാൻ ഭയങ്കര രസമായിരുന്നു. പക്ഷെ നമ്മുടെ കുഞ്ഞും പൊന്നും അതിൽ നിന്നില്ല. അവർക്ക് അവിടെ എന്ത് സംഭവിച്ചാലും അതൊന്നും ബാധകമല്ല. അവർക്ക് അവരുടേതായ കളിയായിരുന്നു. അവരെ വിട്ടില്ലെങ്കിൽ അവിടെ കിടന്ന് ഉരുണ്ട് മറിക്കും. അതുപോലുള്ള കളികളായിരുന്നു. പക്ഷെ നമ്മൾ അതെല്ലാം വീഡിയോസ് എടുക്കണ്ടായിരുന്നു. കാരണം ഞാൻ സത്യം പറഞ്ഞാൽ കണ്ടില്ല. ഞാൻ ഫോണിങ്ങനെ അവിടെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ മുകളിൽ എല്ലാ കുഞ്ഞുങ്ങളും നിൽപ്പുണ്ട്, പൂവൊക്കെ മേത്തോട്ട് എറിയുന്നുണ്ട്. എന്ത് രസമാണെന്ന് നോക്കി, ഒത്തിരി സന്തോഷമായി. പിന്നെ അതുകൂടാതെ നമ്മുടെ അവിടുത്തെ കുട്ടികളുടെ ഡാൻസ് പരിപാടി ഉണ്ടായിരുന്നു. പിന്നെ പ്രസംഗം, സ്പീച്ച്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതായിപ്പോയി. പിന്നെയാണ് നമ്മുടെ കുഞ്ഞു കുട്ടികൾക്ക് ടാഗ് വിതരണം ചെയ്യണേ. അങ്ങനെ നമ്മുടെ പൊന്നൂസിനെയും കുഞ്ഞൂസിനെയും വിളിച്ചു. അവരുടെ കഴുത്തിലോട്ട് ആദ്യമായി സ്കൂളിൽ നിന്ന് ടാഗ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, നമ്മുടെ പൊന്നൂൻ്റെ അന്നയുടെ ഫോട്ടോ തന്നെയാണ് കുഞ്ഞൂനും കിട്ടിയേക്കണേ. കാരണം ഒരുപോലത്തെ ഫേസ് ആയതുകൊണ്ട് അവർക്ക് മിസ്റ്റേക്ക് വരുന്നത്. പക്ഷേ പേര് വ്യത്യാസം ഉണ്ടെങ്കിലും ഫോട്ടോ ഒരുപോലത്തെ തന്നെയായിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിട്ടോ ആ ഒരു ചടങ്ങെല്ലാം കുഞ്ഞുങ്ങളുടെ കഴുത്തിലിട്ട് കൊടുത്തതും. പിന്നെ കിട്ടിയതിൽ ഏറ്റവും വലിയ ഭാഗ്യമാണ് തിരുമേനിയുടെ മടിയിലിരുന്ന് കുഞ്ഞും പൊന്നും അക്ഷരം എഴുതിയത്. 3 കുട്ടികൾക്കാണ് ആ ഭാഗ്യം ഉണ്ടായിരുന്നത് അവിടെ. അതിൽ നമ്മുടെ പൊന്നും കുഞ്ഞും ഈശ്വരൻ്റെ കൃപ, സന്തോഷം കൊണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണ് നിറഞ്ഞു, എൻ്റെ മേലെല്ലാം കോരിത്തരിച്ചു. അതുപോലെ സന്തോഷമായിരുന്നു. കുഞ്ഞും പൊന്നും ബാക്കി എന്തിന് ബഹളം ഉണ്ടാക്കിയാലും ഈ ഒരു കാര്യത്തിന് മാത്രം അവർ ബഹളം ഉണ്ടാക്കിയില്ല. സന്തോഷത്തോടെ അച്ഛൻ്റെ മടിയിൽ അവരിരുന്ന് ആദ്യം അക്ഷരം കുറിക്കുന്നുണ്ടായിരുന്നു. അവർ 3 തവണ, ഒന്നവർ നമ്മുടെ കോതമംഗലം പള്ളിയിൽ അക്ഷരം കുറിച്ചായിരുന്നു അച്ഛൻ്റെ അടുത്ത്. പിന്നെ ഒരു വല്ലം പള്ളിയിൽ അച്ഛൻ്റെ അടുത്ത് കുറിച്ചു. പിന്നെ തിരുമേനിയുടെ അടുത്ത്. ആർക്കും കിട്ടൂല ഇങ്ങനൊരു ഭാഗ്യം. നമ്മുടെ കുഞ്ഞുനും പൊന്നൂനും ആ ഒരു ഭാഗ്യം കിട്ടി. ഒത്തിരി അവിടെ കൂടിയ ഓരോ കുട്ടികളുടെ മാതാപിതാക്കളും ആഗ്രഹിച്ചായിരുന്നു എൻ്റെ കുട്ടികളെ അച്ഛൻ്റെ മടിയിരുത്തണമെന്ന്. ഞങ്ങളും ആ ഒരു കൂട്ടത്തിലുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ആ ഭാഗ്യം കിട്ടി, സന്തോഷം. അത് കഴിഞ്ഞ് പിന്നെ അച്ഛൻ തിരുമേനിയുടെ കൂടെ ഇരുന്ന് ഫോട്ടോ എടുക്കലായിരുന്നു. നമ്മുടെ ക്ലാസ് റൂമിൽ ഒരു ഇതുണ്ടായിരുന്നു ഫോട്ടോ എടുക്കുക. പക്ഷെ അവരവിടെ നിന്ന് കൊടുത്തില്ല. പിന്നെ പുറത്ത് വെച്ചൊരു ഫോട്ടോ എടുത്തു, അതിന് നിന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. കൂടെ നമ്മൾ പിടിച്ച് നിർത്തിയാണ് ആ ഫോട്ടോ എടുത്തത്. അതെല്ലാം കഴിഞ്ഞ് യൂണിഫോം എല്ലാം കിട്ടി നമ്മൾ സ്കൂളിൽ നിന്ന് യാത്രയാകുകയാണ് തിരിച്ച് വീട്ടിലേക്ക്. എങ്ങനെയെങ്കിലും ഒന്ന് വീടെത്തിയാൽ മതി എന്ന് ഓർത്താണ് നമ്മൾ പോണേ. അത്രയ്ക്ക് ടയേർഡായെന്ന് വെച്ചാൽ അത്രയ്ക്ക് ടയേർഡായി. നമ്മൾ അവരുടെ പുറകെ ഓടി കുഞ്ഞുങ്ങൾ കളിക്കുന്ന സാധനമൊക്കെ ഉണ്ട്, അതുപോലെ ടയേർഡായിരുന്നു. പിന്നെ നമ്മൾ തിരിച്ച് മമ്മിയുടെ അടുത്തോട്ട് വന്നു. അവിടെ വന്നപ്പോഴത്തേക്കും ഡ്രസ്സെല്ലാം ഊരി കളഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെയുള്ള വീഡിയോസ് നമുക്ക് എടുക്കാൻ പറ്റില്ല. അവൾ അതുപോലെ അറിയാമല്ലോ, കൊച്ചുങ്ങൾക്ക് അതേ അവസ്ഥയായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായി. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.